പ്രണവായിട്ട് എന്തെങ്കിലും ഡിസ്കഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടറിനോട്ട്? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കുക, അല്ലാതെ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല, ക്യാരക്ടറിന് അപ്പൊ അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ്റെ ആവശ്യം വരില്ല അല്ലേ ഈ മ്യൂസിക് കമ്പോസിങ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മള് വിഷ്വല് കാണും, അതിനു മുമ്പ് കഥ കേൾക്കും, സ്ട്രക്ചർ അറിയാം, അതിൽ എന്താ വേണ്ടെന്നുള്ളൊരു ധാരണ ഉറപ്പായിട്ടും കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആക്ടറോട് അങ്ങനെ ക്യാരക്ടർ പരിപാടി എന്താ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു റോ ഫൂട്ടേജസ് കണ്ട സമയത്ത്? എക്സൈറ്റഡ് ആയിരുന്നു, അത് രസമുണ്ടായിരുന്നു. പിന്നെ അറിയില്ല, ഞാൻ പല വേർഷൻ വർക്ക് ചെയ്ത് സൗണ്ട് ഇല്ലാതെ, മ്യൂസിക് വെച്ച്, മ്യൂസിക് ഇല്ലാതെ, ഫൈനൽ കട്ട്, ഫസ്റ്റ് കട്ട് എന്നൊക്കെ പറഞ്ഞാൽ പല വെർഷൻസ് ചെയ്ത് വന്നുകൊണ്ട് എൻ്റെ ജഡ്ജ്മെന്റ് ഇപ്പൊ കട്ടാണ്. എനിക്കറിയില്ല അത് ഓഡിയൻസ് എന്താ പറയണെന്ന് നോക്കാം. ഇല്ല, ഇപ്പോൾ രാഹുൽ സദാശിവനായിട്ട് ബ്രഹ്മയുഗം വർക്ക് ചെയ്തു, ഉടനെ തന്നെ നെക്സ്റ്റ് മൂവി വന്നപ്പോഴും കോൾ ചെയ്തു. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അടിപൊളിയാണ്. രാഹുലേട്ടൻ, എന്നെ സംബന്ധിച്ച് രാഹുലേട്ടൻ എൻ്റെ അടുത്ത് എത്ര ഓപ്പൺ ആയിട്ട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് എൻ്റെ അടുത്തുണ്ട്, എനിക്ക് രാഹുലേട്ടൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ചില പോയിന്റുകളിൽ രാഹുലേട്ടൻ പറയും ക്രിസ്റ്റോ ഇതല്ല വേണ്ട. ഇപ്പോൾ ഡേ ഓഫ് റാത്ത് എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ട് DSCRല്ലേ. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ ആദ്യം ഞാനൊരു 5-6 വേർഷൻസ് ചെയ്തിട്ടാണ് ഇതിലോട്ടെത്തിയത്. അപ്പോൾ ആ സമയത്ത് ഇതല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള മനസ്സിപ്പുറത്ത് ഞാൻ കാണിച്ചാലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ അതും വർക്കൗട്ടാണ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്തിനാ പുള്ളി പറയണമെന്നുള്ളതും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു നല്ലൊരു റാപ്പാണ് ഉറപ്പായിട്ടും. ഇപ്പോൾ പ്രണവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ പ്രണവിൻ്റെ എല്ലാ വർക്ക്സും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് ആളെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പം മീഡിയയ്ക്ക് ആണെങ്കിലും ഒന്നും അധികം പിടിതരാത്ത ആളാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കാണും ആളോട്. ശരിക്കും ആസ് എ പേഴ്സൺ ഒരുമിച്ച് നിങ്ങൾ ഒരു മൂവി വർക്ക് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? എങ്ങനെയാണോ നമ്മൾ പുറത്ത് കാണുന്നത് അത് തന്നെയാണ് പ്രണവ്, അല്ലാതെ പുള്ളി വേറെ ഒന്നുമില്ല, അത് തന്നെ പുള്ളി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ക്യാരക്ടർ ഈ ഒരു മൂവി ചെയ്ത സമയത്ത് ആളുടെ ഒരു ക്യാരക്ടർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ്സിൽ വർക്ക് ചെയ്ത ആളെന്ന നിലയിൽ ഇപ്പോൾ ക്രിസ്റ്റോയ്ക്ക് അത് ഇപ്പോൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഇമ്പ്രൂവ്മെന്റ്, അങ്ങനെ ഒരു ക്യാരക്ടർ ഇമ്പ്രൂവ്മെന്റ് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഭയങ്കര എല്ലാ പടവും ചെയ്യുന്ന പോലെ തന്നെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ലൈക്ക് കുറേ കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഈ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ, ആൻഡ് കുറച്ചുകൂടെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഈ ട്രെയിലറും ടീസറിലൊക്കെ കണ്ട ഇതൊക്കെ തന്നെ ആ ഒരു രീതിയിൽ അങ്ങ് ഞാൻ കൂടുതൽ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. മറ്റേ കാണാത്തവരുണ്ടാവുമല്ലോ, അവര് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇനിയും ഹൊറർ തീംസ് തന്നെയാണോ കൂടുതൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്? എപ്പോഴെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം? ഉറപ്പായിട്ടും. ഇപ്പൊ സൂക്ഷ്മദർശിനി ആക്ച്വലി ഹൊറർ അല്ലല്ലോ. സൂക്ഷ്മദർശിനി എൻ്റയർലി ഡിഫറെന്റ് ജോണർ, ഒരു ഡാർക്ക് സംഭവം ഉണ്ട്. അല്ല, സൂക്ഷ്മദർശിനി ഡാർക്ക് ആവുന്ന സെക്കൻഡ് ഹാഫിന്റെ ഒരു പോയിന്റ് ആവുമ്പോൾ മാത്രം. അതിന് മുമ്പ് ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് മ്യൂസിക്കിനെ ട്രീറ്റ് ചെയ്തത്. ഇപ്പൊ അവരുടെ നെയ്ബർഹുഡ് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണേലും, പ്രിയയുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും, ബേസിലിന്റെ ക്യാരക്ടർ ആണെങ്കിലും നമ്മളൊരു കാർട്ടൂൺ ടോം ആൻഡ് ജെറി, ഹാരി പോട്ടറിഷ് സ്വഭാവത്തിലൊക്കെയാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഹൊറർ അല്ല, എന്തായാലും എൻ്റർലി വേറെ, മ്യൂസിക്കലി എൻ്റർലി വേറൊരു ജോണറിലാണ് സൂക്ഷ്മദർശിനിയുടെ സ്പേസ് ഇരിക്കുന്നത്. നമ്മുടെ ഡേയ്സിലെ വരുന്ന സമയത്ത് ഇപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസ് കാണാനായിട്ട് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒരു ഭയങ്കരമായിട്ട് ആ ഒരു ഹൊററിൻ്റെ ഒരു ലെവൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇതുവരെ കണ്ട മൂവീസ്, നമ്മൾ ഒരുപാട് ഹൊറർ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ പ്രശ്നം എന്താണെന്ന് അറിയോ, ഈ എനിക്ക് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര എനിക്ക് ഓക്കെ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത് എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ലത്. ഞാൻ പല വെർഷൻസ് കണ്ട് പലതരത്തിൽ വർക്ക് ചെയ്ത് പല മ്യൂസിക് മാറ്റി വീണ്ടും റീവർക്ക് ചെയ്തൊക്കെ നമ്മൾ അത്രയും കണ്ട് എക്സോസ്റ്റഡ് ആണ് ആക്ച്വലി സ്പീക്കിംഗ്. അപ്പോൾ നോക്കാം എന്താവുമെന്ന്. ഇത് വർക്കാവേണ്ടതാണ് ഉറപ്പായിട്ടും, നോക്കാം. അല്ലാതെ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അമിത പ്രതീക്ഷ കൊടുക്കണ്ട ആ രീതി, അതുകൊണ്ടാണോ അങ്ങനെ പറയാത്തത്? എനിക്ക് അറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം. ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ സമയത്ത് എനിക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ട്. കാരണം ചെയ്യുന്ന സമയത്ത് ഇപ്പോ മ്യൂസിക്കൽ വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആരും ട്രൈ ചെയ്യാത്ത തോന്നിവാസങ്ങളാണ് ഞാൻ ബ്രഹ്മയുഗത്തിൽ ചെയ്തത്. അതുപോലെ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, മീറ്റ് ചെയ്യുന്നൊന്നും അറിയില്ല, പക്ഷെ നോക്കാം, നമുക്ക് കണ്ടറിയാം. ഇപ്പൊ ബ്രഹ്മയുഗം ആ ഒരു ടൈമിലാണെങ്കിലും അതിനകത്തില് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളങ്ങനെ കാണുന്നില്ല. എല്ലാം ഡിഫറെന്റ് സംഭവങ്ങളായിരുന്നു. മമ്മൂക്കയുടെ ക്യാരക്ടർ ആണെങ്കിലും മൊത്തത്തിൽ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അതിലൊരു ഹ്യൂജ് പാർട്ട് വഹിക്കുന്നതും ഈ ഒരു മ്യൂസിക്കിനും വലിയൊരു ഘടകമുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയായിരുന്നു?
അത് എനിക്ക് മമ്മൂക്കയുടെ ഇൻട്രോ ആണെങ്കിലും ഈവൻ ക്ലൈമാക്സിലോട്ട് എത്തുന്ന പോയിന്റുകളൊക്കെ ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ പോലെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മ്യൂസിക് പോലെ ആയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നായിരുന്നു. പക്ഷെ നമുക്ക് ഇത് മറ്റേ ഹിറ്റാവോ അല്ലെങ്കിൽ ഇത് ഓഡിയൻസിന് വർക്കാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് ചില വിയേർഡ് പടങ്ങളൊക്കെ വർക്കാവാറുണ്ട്. അപ്പോൾ ബാക്കി ആൾക്കാർക്ക് കോമൺ ഓഡിയൻസിന് അത് കൊമേഴ്ഷ്യലി അതെങ്ങനെയാണ് ഹിറ്റാവുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. അത് എല്ലാ പടത്തിലും ഉണ്ട് എനിക്ക്. അതെ, ഇങ്ങനെ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ചില വിയേർഡ് സിനിമകളൊക്കെ വർക്കാകും. അങ്ങനെ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ട് വർക്ക്ഔട്ട് ആയ ഒരു മൂവി ഏതായിരിക്കും? അങ്ങനെ ഒരു പടം, കുറെ പടങ്ങളുണ്ട്. അങ്ങനെ ഒരു പടം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. ഹൊറർ മിക്ക ഹൊറർ പടങ്ങളും എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ സിനിമ കാണലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. പക്ഷേ എൻ്റെ ഹോംവർക്കിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പടങ്ങൾ കാണാം. ഇപ്പോൾ ഈ സ്കെയറി മൂവീസ് പോലത്തെ ഉള്ള ഡാർക്ക് ആയിരിക്കും, പക്ഷേ ഡാർക്ക് ഹ്യൂമർ ആയിട്ടുള്ള പടങ്ങൾ വരെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് അതിൻ്റെതായ രീതിയിൽ. അങ്ങനെ ഒരു പടം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമായിരിക്കാം. അങ്ങനെ പെട്ടെന്ന് ഒരെണ്ണം മനസ്സിലോട്ടൊന്നും വരുന്നില്ലായിരിക്കും അല്ലേ? എനിക്കറിയില്ല. നോസ്ഫെറാട്ടു എന്ന് പറഞ്ഞ പടം ഞാൻ എടുത്ത കാണാം. എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ഇത് കണ്ടിരിക്കാനായിട്ട്. ചിലപ്പോൾ ചില ആൾക്കാർ ഇത് പകുതി വെച്ച് നിർത്തും, പക്ഷെ ഞാനത് ഫുള്ളിരുന്ന് കണ്ടിട്ട് ഞാൻ എന്ത് പണ്ടാരം അവർ ചെയ്ത് വെച്ചേക്കണെന്നുള്ളതിൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന സംഭവമൊക്കെ മുഴുവനായിട്ട് ഇരുന്ന് കാണാനുള്ള ഒരു ഗട്സ് ഉണ്ടല്ലേ ഒരു സംഭവം? ഇല്ല, ചില സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ്. പേടിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ കിടന്നുറങ്ങുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പേടി ഉറപ്പായിട്ടും, ഞാൻ മനുഷ്യനല്ലേ. അങ്ങനെ പേടിച്ചിട്ട് സ്വന്തം മ്യൂസിക് കേട്ടിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴും മ്യൂസിക് കേട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ ആ മൊമെന്റിൽ നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ട്രാക്ക് നമ്മൾ പ്ലേ ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യാതെ തന്നെ ഇത് പോസ് ആവുന്നു, തന്നെ പ്ലേ ആവുന്നു എന്നൊക്കെ വരുമ്പോൾ ഉള്ളൊരു പേടിയാണ് അത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ബഗ്ഗാണ്, ഉറപ്പായിട്ടും ഒരു ബഗ്ഗാണ്. ഞാൻ അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവറിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നിലും വിശ്വസിക്കുന്നില്ല. ദൈവവിശ്വാസം ഉണ്ട് ഉറപ്പായിട്ടും. ദൈവം ഉണ്ടല്ലോ. ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലി ആണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ക്രിട്ടിക്സ് ആരായിരിക്കും? ക്രിട്ടിക്സ് ഫാമിലി തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മയൊക്കെ കണ്ട സമയത്ത് അമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അടിപൊളി വർക്കായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ ചില ഇത് കേൾക്കുമ്പോൾ അവർക്ക് വർക്കാവാത്ത സാധനങ്ങളാണെങ്കിൽ അവരത് പറയുകയും ചെയ്യും. പിന്നെ ഫ്രണ്ട്സിനെ എപ്പോഴും ഞാൻ ഓരോ ട്രാക്ക് റിലീസ് ആവണതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ഞാൻ ഫൈനൽ ഇതൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കേൾപ്പിക്കും എന്താണ് അവരുടെ റെസ്പോൺസ്. അപ്പോൾ മിക്കപ്പോഴും വർക്കാവാറുണ്ട്. അപ്പോൾ ചില സമയത്ത് അവർ പറയും അപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല. ഏതെങ്കിലും ഇതേപോലെ ഒരു മേജർ വർക്കിൽ ഇതുപോലെ ഫ്രണ്ട്സോ ഫാമിലി പറഞ്ഞ ഒരു കുഞ്ഞ് തിരുത്ത് വരുത്തിയിട്ട് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വർക്ക് അങ്ങനെ ആ ഒരു ചേഞ്ച്ഡ് വർക്ക് ആയിട്ടുള്ള അങ്ങനെ വന്നിട്ടില്ല. എല്ലാം തന്നെ വർക്കായിട്ടുണ്ടെന്ന്. പിന്നെ സംബന്ധിച്ച് ഇപ്പൊ ചിലപ്പോൾ ഞാൻ കേൾപ്പിക്കുന്ന വേർഷനൊക്കെ ചിലപ്പോൾ ഫൈനലിലോട്ട് എത്തുന്നതിന് മുമ്പായിരിക്കും. അപ്പൊ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇത് ഫൈനലിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാവുമെന്ന്. ചിലപ്പോൾ ഇവർ എന്തെങ്കിലും സജഷൻ പറഞ്ഞാലും ഞാനത് കേൾക്കും. അതിന് ആവശ്യമുള്ളതാണെങ്കിൽ അത് വർക്ക് ചെയ്ത് വിടാറുണ്ട്. പക്ഷെ എനിക്കറിയാം എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് ഉള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടാവാറുണ്ട്.